നല്ലൊരു നല്ല പുതിയ നായകർ നല്ല സീരിയസ് ആയിട്ട് കാണുന്ന മൂവിയാണ് യോഗി ബാബു. ரொம்ப ஃபீலிங்காக இருந்த படமாக இருக்குது. கண்டிப்பாக தியேட்டரில் யோகி பாபு சார் കോമഡിയല്ലേ ചെയ്ത് നമ്മൾ சாதா மட்டுமே தமிழ்லேயே பேசுகிறேன். இப்போ இந்த படத்தை மட்டுமே ரொம்ப சீரியஸாக இருக்குது, நடிச்சிருக்கு, நல்லா இருக்குது. கண்டிப்பாக தியேட்டரில் வந்து பார்க்கணும். எல்லாரும் மலையாள படம் பார்த்தும் சப்போர்ட் பண்ணாரு. இந்த தமிழ் படம் சப்போர்ட் பண்ணாரு. ഓക്കെ ബൈ. കോമഡിയിൽ കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കഥ ഇങ്ങനെ പോകുന്നൊരു മിസ്റ്റേക്ക് ലെവലിലേക്ക് പോകും. അപ്പോൾ ഒരു ക്രൈം നടക്കുന്ന ആ ക്രൈം എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു അങ്ങനെയൊക്കെ കുറേ സസ്പെൻസുകളൊക്കെ എടുത്തിട്ട് നമ്മളൊരു ആകാംക്ഷയുടെ മുൻമുന്നിൽ നിർത്തുന്ന രീതിയിലാണ് ഒരു യോഗി ബാബു എന്നുള്ളത് രക്ഷയുടെ ഉള്ള കഥാപാത്രങ്ങൾ പിന്നെ അതിൻ്റെ ദൃശ്യം അതായത് ക്യാമറ ഇതൊക്കെ നന്നായിട്ടുണ്ട്. മൊത്തം ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് തോന്നുന്നു. മാജിക്ക് ഒരാളുണ്ടായിരുന്നു, അയാളാണ് എനിക്ക് 2-3 നമ്പർ കാണിച്ചു തന്നത്. അതിലൊരു നമ്പറാണ് ഇപ്പോൾ അതിൽ കാണിക്കുന്ന കാർഡിൻ്റെത്. ഇപ്പോൾ എനിക്ക് കാണിക്കാൻ പറഞ്ഞത് മറന്നും പോയി. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. അന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ഒരു 3-4 നമ്പർ കാണിച്ച്. അത് ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടത് എടുക്കും, ബാക്കിയുള്ളത് കട്ട് ചെയ്ത് പോകില്ല. അങ്ങനെ അതായത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയുന്നത്. കാരണം മലയാള പ്രേക്ഷകർക്ക് നല്ല ഇൻട്രസ്റ്റീവായിട്ടുള്ളൊരു കഥയാണ്. പിന്നെ യോഗി ബാബു സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പരെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കോമഡി അങ്ങനെയുള്ള സീനിൽ നിന്ന് മാറിയിട്ട് ഒരു നായക പരിവേഷം മണ്ടയിലേക്ക് മൂപ്പരതുണ്ടെങ്കിൽ പോലും ഇത് കൊമേഴ്സ്യലായിട്ട്, അതായത് കൊമേഴ്സ്യൽ പടത്തിലേക്ക് മൂപ്പർക്ക് മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. മൂപ്പർക്ക് തന്നെ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും.